നിങ്ങൾ അവസാനം തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. മിക്കവാറും പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ ഭാഗം തന്നെയായിരുന്നു ഇതിലും നല്ലത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ശരിയാ. സിനിമകളുടെ കാര്യത്തില് രണ്ടാം ഭാഗങ്ങൾ പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്താറാണ് പതിവ്. ആദ്യ ഭാഗത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മാജിക് രണ്ടാമതും അതുപോലെ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ നിയമങ്ങളെയൊക്കെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്ന ആദ്യ ഭാഗത്തേക്കാൾ ഗംഭീരമായ ഒരു രണ്ടാം ഭാഗം വന്നാണോ അടുത്തിടെ ഇറങ്ങിയ വാഴ 2 എന്ന മലയാള സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോ സത്യത്തിൽ അത്ഭുതം തോന്നി. കാരണം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇതൊരു ഒന്നൊന്നര വരവാണെന്ന്. ശരിക്കും എന്താണ് ഈ സിനിമയിൽ സംഭവിച്ചത്? നമുക്ക് ഇതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. അതായത് വെറുമൊരു സീക്വൽ അല്ല. സാധാരണ ഒരു ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗം വരുമ്പോൾ അവർ ചെയ്യുന്നത് കുറെ കൂടി വലിയ ലൊക്കേഷനുകൾ, പാട്ടുകൾ, കുറച്ചുകൂടി വലിയ ബഡ്ജറ്റ്, ഇതൊക്കെ കുത്തി നിറയ്ക്കുക എന്നതാണ്. ഇവിടെ എന്താണ് മാറ്റം? ഈ സിനിമയിലെ കാസ്റ്റിംഗ്, അതായത് അഭിനയിച്ചിരിക്കുന്ന ആളുകള്, ഇവരിൽ പലരും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ റീൽസ് ചെയ്ത് ഫേമസ് ആയവരാണ്. സത്യം പറയാമല്ലോ, എനിക്കിതൊരു വലിയ റെഡ് ഫ്ലാഗ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരെ പിടിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. അതൊരു വെറും ബിസിനസ് തന്ത്രം മാത്രമല്ലേ. കോമഡിയും റിയലിസവും ഒക്കെ ഉണ്ടെങ്കിലും കേവലം ഒരുപാട് തമാശകൾ മാത്രം വെച്ചൊരു പടം മികച്ചാകില്ലല്ലോ. അപ്പോൾ ഈ സിനിമ ശരിക്കും എന്താണ് സംസാരിക്കുന്നത്? എന്താണ് ഇതിന്റെ ഉള്ളടക്കം? തലമുറകളുടെ വ്യത്യാസമില്ലാതെ കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് കാണാനും കണ്ടതിന് ശേഷം പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു അപൂർവ സൃഷ്ടിയാണിത്. വെറുതെ പോപ്കോൺ തിന്ന് കുറച്ചു നേരം ചിരിച്ചിട്ട് വരാൻ മാത്രമല്ല, തിരികെ വീട്ടിലെത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമാനുഭവം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പഴയ നിയമം, അതായത് ആദ്യ ഭാഗത്തോളം മികച്ചതാകില്ല രണ്ടാം ഭാഗം എന്ന നിയമം, ഈ സിനിമ തീർച്ചയായും തിരുത്തി കുറിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തേക്കാൾ ഗംഭീരമായ ഒരു രണ്ടാം ഭാഗം എന്ന നിലയിൽ സമകാലിക യുവത്വത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെയും വികാരങ്ങളെയും കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ഒരു കിടിലൻ ചിത്രമാണിത്. ഒന്നാമതായി ഇതിലെ കഥ പറച്ചിലിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ്. സോഷ്യൽ മീഡിയ താരങ്ങൾ അവരായി തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നതെങ്കിലും ഇതൊരിക്കലും വെറും ഇന്റർനെറ്റ് തമാശകളുടെ ഒരു സമാഹാരമല്ല കേട്ടോ. അതായത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീലുകൾ കണ്ടുപോകുന്നതിന് പകരം നല്ല ആഴമുള്ളൊരു നോവൽ വായിക്കുന്ന ഫീൽ തരാൻ ഈ സിനിമയ്ക്ക് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ആയ വിഷയങ്ങളാണ്. ആധുനിക വിദ്യാഭ്യാസം, സുഹൃത്തുക്കളുടെ പ്രഷർ, ലഹരി ഉപയോഗം, പഠനത്തിന് ശേഷമുള്ള ഏകാന്തത തുടങ്ങിയ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ചിത്രം സംസാരിക്കുന്നത്. ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ എങ്ങനെ ബോറടിപ്പിക്കാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അവിടെയാണ് കൃത്യമായ നർമ്മവും വൈകാരികതയും ഉപയോഗിച്ച് ഈ കഥ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നത്. അവസാനമായി പറയേണ്ടത് ഇതിലെ നായകന്മാരുടെ പ്രകടനമാണ്. സിനിമയിലെ സ്ഥിരം നാടകീയതയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കി നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതം നേരിട്ട് കാണുന്നത് പോലെ തോന്നും ഇവരുടെയൊക്കെ സ്വാഭാവികമായ അഭിനയം കണ്ടാൽ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം സ്വന്തം ജീവിതവുമായി ഈ കഥാപാത്രങ്ങളെ വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാഴ 2 വെറുമൊരു സാധാരണ സീക്വൽ മാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പൂർണ്ണമായ ഒരു സിനിമാനുഭവമാണ്. നല്ല അർത്ഥവത്തായ എന്നാൽ തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഈ ചിത്രം തീർച്ചയായും നിങ്ങളുടെ സമയം അർഹിക്കുന്നുണ്ട്.